E20 പെട്രോൾ. E20 പെട്രോൾ എങ്ങനെയാണ് വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. E20 പെട്രോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ ചേർത്ത പെട്രോൾ, അത് 20% ആഡ് ചെയ്യുമ്പോഴാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. ഇതുവരെ അത് E10 പെട്രോൾ ആയിരുന്നു. ഈയുടെ അടുത്താണ് ഇത് 10% എന്നുള്ളത് 20% മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ചാണ് E10 പെട്രോളുകൾ E20 പെട്രോളിലേക്ക് മാറുന്നത്. ഈ E20 പെട്രോളുകൾ ആവുന്നതുകൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാവുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് E20 പെട്രോളിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. E20 പെട്രോളിന്റെ ഗുണങ്ങൾ എന്തെന്നാൽ കർഷകർക്ക് വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു പെട്രോളാണിത്. ബാർലി, കരിമ്പ് തുടങ്ങിയ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്നതായതിനാൽ കർഷകർക്ക് വലിയ ലാഭം ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നയം ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെയേറെയാണ്. അവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം പറയേണ്ടത് കാർബറേറ്റർ ലീക്ക്, ഹെഡ് ഗ്യാസ്കറ്റ് പ്രോബ്ലംസ്, മൈലേജ് പ്രശ്നങ്ങൾ എന്നിവയാണ്. മൈലേജ് തന്നെ എല്ലാവർക്കും കൂടുതൽ പ്രശ്നങ്ങളാവുന്നത്. കാരണം 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 2023 മുമ്പുള്ള വാഹനങ്ങളിൽ മൈലേജ് കുറവുള്ളതായിട്ട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ 2023 ശേഷമുള്ള വാഹനങ്ങൾ ഇത് പ്രശ്നമുള്ളതല്ല. അവയിൽ 1-2 കിലോമീറ്റർ മാത്രമേ മൈലേജ് കുറവ് വരുന്നതായി അനുഭവപ്പെടുന്നുള്ളൂ. പഴയ വാഹനങ്ങൾ E20 പെട്രോളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഉള്ള സിസ്റ്റം ഉള്ളതല്ല. പുതിയ വാഹനങ്ങളിൽ അതിനനുസരിച്ചുള്ള പാർട്സുകൾ ഉണ്ടായതുകൊണ്ട് മൈലേജിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. E20 പെട്രോളിന്റെ നിരവധി പ്രശ്നങ്ങളിൽ ഒന്നാണ് മൈലേജ്. അടുത്താണ് കാർബറേറ്റർ ലീക്കിംഗ്. റബ്ബർ പാർട്സുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന പാർട്സുകളുടെ തേയ്മാനം, ഹെഡ് ഗ്യാസ്കറ്റുകളുടെ പ്രശ്നങ്ങൾ, എഞ്ചിൻ്റെ ഉള്ളിലെ വാൽവുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി പ്രോബ്ലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കാർബറേറ്റർ ലീക്കിങ്ങിന് പ്രധാന കാരണം നീഡിലാണ്. നീഡിൽ വരുന്ന റബ്ബർ പാർട്സിന്റെ ഡാമേജ് അടുത്ത് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും കാർബറേറ്ററിൽ കണ്ടുവരുന്നതാണ്. ഇത് മാത്രമല്ല E20 പെട്രോളിന്റെ പ്രധാന പ്രശ്നം. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിൻ വർക്കുകൾ പെട്ടെന്ന് വരാൻ കാരണമാവുന്നു. എഞ്ചിനുള്ളിലെ റബ്ബർ പാർട്സുകളുടെ തേയ്മാനമാണ് മെയിൻ കാരണം. ഹെഡ് ഗ്യാസ്കറ്റുകളും തേയ്മാനം വരുന്നതോടുകൂടി മൈലേജ് പ്രശ്നങ്ങൾക്ക് പുറമെ എഞ്ചിൻ വർക്കും എത്രയും പെട്ടെന്ന് വരുന്നതാണ്. മറ്റൊന്നാണ് ടാങ്കിലെ തുരുമ്പുകൾ. E20 പെട്രോളുകൾ അടിക്കുന്നതിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കൂടുതൽ കഴിവുള്ള പെട്രോളാണിത്. ടാങ്കിലെ തുരുമ്പുകൾ എത്രയും പെട്ടെന്ന് വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്തരം പ്രോബ്ലങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു നോക്കാം. അതിനായി ടാങ്കിൽ ഫുൾ ടാങ്കായി എണ്ണ അടിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ എണ്ണ അധികകാലം നിർത്തി ഉപയോഗിക്കാനും പറ്റുന്നല്ല. അത് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് വരുന്ന വർക്കുകളൊക്കെ പെട്ടെന്ന് വർക്ക്ഷോപ്പുകളിൽ ചെന്ന് നേരെയാക്കാൻ ശ്രമിക്കാം. E20 അനുസരിച്ചുള്ള കാർബറേറ്ററുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിൽ നിന്നുള്ള E20 പറ്റുന്ന കാർബറേറ്ററുകൾ ഇറങ്ങി ഇപ്പോൾ മാർക്കറ്റിലൊക്കെ സജീവമാണ്. അവ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ബാക്കിയുള്ള വാഹനങ്ങളിലും ഇത് ഉടനെ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കർഷകർക്ക് വലിയ സഹായമാണ് ഇത് എന്ന് പറഞ്ഞിറക്കുന്ന ഈ പെട്രോള് കേന്ദ്ര സർക്കാരിന് വലിയ ലാഭമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ പെട്രോളിന്റെ വില കുറയാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. 2023 ശേഷമുള്ള വാഹനങ്ങളാണ് BS6 സെക്കൻഡ് ഫേസ് പറയുന്നത്. ഇവയ്ക്കൊന്നും E20 പെട്രോളില് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ പാർട്സുകളൊക്കെ ഇതൊക്കെ അനുസരിച്ച് മാറ്റി നിർമ്മിച്ചതാണ്. എന്തായാലും പഴയ വണ്ടിയിലുള്ള വാഹനങ്ങളുള്ള ആൾക്കാർ
എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോഴൊക്കെ തന്നെ നേരെയാക്കിയിട്ട് ശ്രദ്ധിച്ചു കൊണ്ടാക്കുക. കൂടുതൽ കംപ്ലൈൻറ്റുകളാവാതെ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഇത്രയുള്ള പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. പുതിയൊരു വീഡിയോ കാണാം. ബൈ.